എല്ലാവർക്കും നമസ്കാരം. കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം സംഘടിപ്പിക്കുന്ന ഈ ദേശീയ വനിതാ കഥകളി മഹോത്സവത്തിൽ ഇന്നിവിടെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ ഈ വേദിയിൽ തന്നെ കളിക്ക് പാടിയതാണ്. അതിനവസരം തന്നതിനും ഇതിൻ്റെ സംഘാടകരോടും പ്രത്യേകിച്ച് ഇതിൻ്റെ സാരഥിയായിട്ടുള്ള വെങ്കടിയാശാനോടും എൻ്റെ സന്തോഷവും നന്ദിയും പ്രത്യേകം അറിയിക്കുകയാണ്. ഞാൻ ഈ രംഗത്തേക്ക് അപ്പൂട്ടമാഷ് പറഞ്ഞ പോലെ രംഗത്തേക്ക് വരാണ്ടായ സാഹചര്യം പാരമ്പര്യം തന്നെയാണ്. പിന്നെ ഉണ്ണീകൃഷ്ണക്കുറുപ്പാശാൻ്റെ ഓഡിയോ മാത്രമല്ല, അദ്ദേഹം തന്നെ നേരിട്ട് പാടിച്ചിട്ടുണ്ട്. അച്ഛനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അച്ഛനെ പാടിക്കുമ്പോൾ അടുത്തിരുന്ന് അത് കേട്ട് ശരിക്കും പറഞ്ഞാൽ ആശാനും കുറേ ചെല്ലിച്ചിട്ടൊക്കെ ഉണ്ട് എന്നെ. അങ്ങനെയാണ് എനിക്ക് കഥകളി സംഗീതത്തിനോടൊരു താല്പര്യം തന്നെ തുടങ്ങിയത്. ആശാൻ്റെ പാട്ടിനോടുള്ള താല്പര്യവും പിന്നെ അങ്ങനെ അച്ഛൻ നിഷ്കർഷയായിട്ട് ഒരു 3 വയസ്സ് മുതലോ പഠിപ്പിച്ചു തുടങ്ങിയാണ് നിഷ്കർഷയായിട്ട്. ആദ്യം പതിവ് പോലെ കർണാടക സംഗീതം പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ കഥകളായിട്ട് കുചേലവൃത്തം, സന്താനഗോപാലം, അങ്ങനെ കഥകളായിട്ട് നളചരിതങ്ങൾ, ആ രീതിയിലായിരുന്നു പഠനം. കളരി പോലെ പുറപ്പാടം മേളപ്പത് അങ്ങനെ ആയിരുന്നില്ല, കഥകളായിട്ടാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നെ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന് പതിവ് പോലെ തന്നെ ടീച്ചർമാർ പേര് കൊടുക്കുക, അങ്ങനെയൊക്കെ അതിന് പങ്കെടുക്കുക, അങ്ങനെയൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളൂ. കുറേ പഠിച്ച് പിന്നെ ഒരു കഥകളി സംഗീതജ്ഞയാവണമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. കുറേ പഠിച്ചു, കുറേ പാടുക, അത്രയും മോഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അരങ്ങേറ്റത്തിൻ്റെ സമയമൊക്കെ ഇപ്പോൾ കൂടെ പാടാൻ ആളില്ല. അരങ്ങേറ്റത്തിനിപ്പോൾ പുരുഷന്മാരുടെ ഒപ്പം പാടാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അന്ന് അനിയൻ ചെറിയ കുട്ടിയായിരുന്നു, അനിയൻ സുദീപ് പാലനാട്. അപ്പം അനിയനെ പഠിപ്പിച്ചെടുത്ത് കുചേലവൃത്തം ഗുരുവായൂർ വെച്ചിട്ട് അരങ്ങേറി. അന്ന് നെല്ലിയോടാശാനും ബാലസുബ്രഹ്മണ്യാശാനും ഒക്കെ ആയിരുന്നു വേഷം. അപ്പം അന്ന് തന്നെ ആശാന്മാരുടെ വേഷത്തിന് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെ അങ്ങനെ കുറേശ്ശൊക്കെ അന്നൊക്കെ ആദ്യം കച്ചേരികൾക്കാണ് വിളിച്ചിരുന്നത്. പിന്നെ കുറേശ്ശെ കളിക്കൊക്കെ വിളിച്ചു തുടങ്ങി. പിന്നെ അനിയൻ്റെ ശബ്ദം മാറി, പുരുഷ ശബ്ദമായി. അപ്പം പിന്നെയും കൂടെ പാടാൻ ആളില്ലാത്ത പ്രശ്നമായി. അരങ്ങത്ത് എങ്ങനെ പാടണ്ടേന്ന് അറിയില്ല. കുറേ കഴിഞ്ഞ് അച്ഛൻ കുറേ ശിഷ്യകളെയൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ കൂടെ പാടാനൊക്കെ ആളായി. കുറേശ്ശെ അരങ്ങത്തൊക്കെ പാടാൻ വിളിച്ചു തുടങ്ങി. അങ്ങനെ ഒരു കഥകളി സംഗീതജ്ഞ ആവണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ആയി എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട്. അച്ഛൻ്റെയും പിന്നെ അമ്മയും നല്ലോണം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അരങ്ങത്തുനിന്നും അതെ, എല്ലാവരും കലാകാരന്മാരൊപ്പമുള്ള ആശാന്മാർക്കൊക്കെ കുറേ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ നല്ല വാക്കുകളെ കൊണ്ട് അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. അതിപ്പോൾ വേഷക്കാരായാലും മറ്റ് പാട്ടുകാരായാലും മേളക്കാരും എല്ലാവരും നല്ലോണം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ധൈര്യം തന്നിട്ടുണ്ട്. അതൊക്കെ അരങ്ങത്ത് പാടാനുള്ള വലിയൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം പെൺകരുത്തിൻ പാത്രബോധം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പെൺകരുത്ത് ഇന്ന് എല്ലാ സ്ഥലത്തും ചർച്ചാ വിഷയമാണ്, എല്ലാ രംഗങ്ങളിലും. ഇപ്പോൾ ഭരണപരമായിട്ടുള്ള രംഗങ്ങളാണെങ്കിലും അതുപോലെ കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പെൺകരുത്ത് ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. എല്ലാ രംഗങ്ങളിലും ഇന്ന് സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. ക്ലാസിക്കൽ കലകളിൽ അത്രയ്ക്കങ്ങോട്ട് മറ്റ് രംഗങ്ങളെ പോലെ കൂടുതൽ സ്ത്രീകൾ വന്നിട്ടില്ല എന്ന് പറയാം. ഇപ്പം പണ്ടൊക്കെ സിനിമയിലും അതുപോലെ നാടകങ്ങളിലൊക്കെ സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. കൂടിയാട്ടത്തിലും അതെ, സ്ത്രീവേഷങ്ങൾ സ്ത്രീകൾ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ കഥകളിയിൽ പണ്ടൊന്നും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ വേഷത്തിനാണെങ്കിലും സ്ത്രീവേഷങ്ങളും പുരുഷവേഷങ്ങളൊക്കെ പുരുഷന്മാർ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ കഥകളിപ്പാട്ട്, മേളം, ചുട്ടി, ഇതൊക്കെ പുരുഷന്മാരായിരുന്നു അന്നൊക്കെ. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്നൊക്കെ എല്ലാ കഥകളിയിലും എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പം കഥകളി വേഷത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അസാധ്യം എന്ന് വിചാരിച്ചിട്ടുള്ള താടി വേഷങ്ങൾ, അതുപോലെ കത്തിവേഷങ്ങൾ, ഇതൊക്കെ നിഷ്പ്രയാസം
കൈകാര്യം ചെയ്യുന്ന വളരെ പ്രൊഫഷണലായിട്ട്, പേരെടുത്ത് പറയണില്ല, പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ ഇന്നുണ്ട്. കഥകളി സംഗീതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഥാപാത്രങ്ങൾക്കനുസരിച്ച് പാടാനുള്ള ഒരു ഇത് പുരുഷന്മാരുടെ അത്ര സ്ത്രീകൾക്ക് ഇല്ല എന്ന് പൊതുവായിട്ടൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. കാരണം അവരുടെ ഒരു ശാരീരം അതിന് വലിയൊരു പ്രശ്നമാണ്. സ്ത്രീകളുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കഥാപാത്രങ്ങൾക്കനുസരിച്ച് ആ പാത്രബോധത്തിനനുസരിച്ച് പാടാൻ പറ്റില്ല എന്നാണ് ഒരു ധാരണ. അതുകൊണ്ടൊക്കെയാവും ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലും അതുപോലെ കോട്ടയ്ക്കിലെ PSV നാട്യസംഘത്തിലൊന്നും സ്ത്രീകൾക്ക് പ്രവേശനമില്ലല്ലോ കഥകളി സംഗീതത്തിന്. ഇന്ന് ധാരാളം സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനടക്കം എൻ്റെ കൂടെയുള്ള പലരും അരങ്ങത്ത് തന്നെ കഥകളിക്ക് വേണ്ടിയിട്ട് പാടുന്നുണ്ട്. പല ഗുരുനാഥന്മാരുടെ അടുത്ത് പഠിച്ച് വളരെ നിഷ്കർഷയായിട്ട് ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിട്ട് പലരും ഇന്ന് രംഗത്ത് കളിക്ക് തന്നെ പാടുന്നുണ്ട്. കഥകളി സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര സംഗീതമല്ലല്ലോ, അതൊരു അഭിനയ സംഗീതമാണ്. കഥകളി സംഗീതം അപ്ലൈഡ് മ്യൂസിക്കാണ്. നമ്മൾ വേഷം ചെയ്യുന്ന ആൾക്കനുസരിച്ച് ആണല്ലോ നമ്മൾ പാടുക, അവരുടെ മുദ്രയ്ക്ക് അനുസരിച്ച്. വേഷക്കാരൻ അല്ലെങ്കിൽ ഒരു വേഷക്കാരിയാണ് കഥകളിയിൽ എന്നും ഒരു കേന്ദ്ര ബിന്ദു. നമ്മളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യണ ആളുകൾ തന്നെയാണ്. ആദ്യം വേണ്ടത് പാട്ടുകാരൻ, ഒരു പാടുന്ന ആൾക്ക് ആ ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കഥകളി സംഗീതം ഒരു അഭിനയ സംഗീതമാണ് എന്നുള്ള ബോധം നമുക്ക് പാടുമ്പോൾ എപ്പോഴും ഉണ്ടാവണം. കഥാപാത്രത്തിനനുസരിച്ച് ആ കഥാപാത്രത്തിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടാനുള്ള ഒരു ഇതാണ് ഒരു കഥകളി ഗായകർക്ക് ആദ്യം തന്നെ വേണ്ടത്. ഇന്ന് കുറേയൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഥകളി സംഗീതം ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കൂടി പാത്രം അനുസരിച്ച് കഥാപാത്രം അനുസരിച്ച് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നടൻ ഊർജം കൊടുക്കേണ്ട ഭാഗത്ത് നമ്മൾ ഊർജം കൊടുത്തന്നെ പാടണം. വളരെ ഇപ്പോൾ യുദ്ധപദങ്ങളൊക്കെ പാടുമ്പോൾ അതൊക്കെയാണ് പ്രശ്നം. യുദ്ധപദങ്ങളൊക്കെ പാടുമ്പോൾ പുരുഷന്മാർ പാടുന്ന അത്ര ഗാംഭീര്യം സ്ത്രീകൾ പാടുമ്പോൾ കിട്ടില്ല എന്നാണ് ധാരണ. കാരണം യുദ്ധമൊക്കെ ആണെങ്കിൽ രണ്ട് കണ്ടിയും രണ്ട് മദ്ദളുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ശബ്ദം കേൾക്കുക, അത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു ജോലി തന്നെയാണ്, വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീ ആവുമ്പോൾ നല്ല പണിയെടുക്കന്നെ വേണം. പുരുഷന്മാർ പണിയെടുക്കണേക്കാൾ നമ്മൾ പണിയെടുക്കണം. പിന്നെ നമ്മൾ ആ കഥാപാത്രം ഉൾക്കൊണ്ട് അതിൻ്റെ ഭാവത്തിനനുസരിച്ചൊക്കെ കുറേ പാടുക, കുറേ ഊർജമൊക്കെ കൊടുത്ത് പാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീ ആയാലും അതുപോലെ പുരുഷനായാലും അതെ, അങ്ങനെയൊക്കെ പാടിയാൽ തന്നെ അത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. പുരുഷനായാലും ആ വേണ്ട പോലെ പാടിയില്ലെങ്കിൽ അത് ഇപ്പോൾ അങ്ങനെയൊക്കെ ഊർജം കൊടുക്കേണ്ടടുത്ത് ലൈറ്റായിട്ട് പാടിയ അനുഭവം കിട്ടില്ലല്ലോ. അപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആ കഥാപാത്രത്തിനനുസരിച്ച് ഊർജം കൊടുത്ത് അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടുകയാണെങ്കിൽ അത് വിജയിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും സമയം കുറേ വൈകിയല്ലോ. എന്നെ ഈ പരിപാടിക്ക് കളിക്ക് പാടാനും അതുപോലെ ഇന്നും വിളിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരോടും പ്രത്യേകിച്ച് വെങ്കിടി ആശാനോടൊക്കെ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.